നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഐസോമെറിസം എന്ന ഒരു ഫിനോമിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഐസോമെറിസം, അത് ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറയാം. അതിന് മുമ്പ് ഈ ഫിഗർ ഒന്ന് ഞാൻ വരച്ച് തന്ന് നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിക്കണതാണ്. ചിലപ്പോൾ വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് സൂം ചെയ്യാൻ സാധിക്കില്ലെന്ന് അറിയില്ല. ഐസോമെറിസം രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നു: സ്ട്രക്ചറൽ ഐസോമെറിസം ആൻഡ് സ്റ്റീരിയോ ഐസോമെറിസം. ഇനി സ്ട്രക്ചറൽ ഐസോമെറിസത്തിന് നമുക്ക് വേണമെങ്കിൽ ഒരു സിമ്പിളായിട്ട് 2 ഡയമെൻഷണൽ ഐസോമെറിസം എന്നൊക്കെ പറയാം. അത് ഫർദർ ക്ലാസിഫൈ ചെയ്യുന്നു: ചെയിൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഐസോമെറിസം, പൊസിഷൻ ഐസോമെറിസം, ഫങ്ഷണൽ ഐസോമെറിസം, മെറ്റാമെറിസം, റിംഗ് ചെയിൻ ഐസോമെറിസം, ടോട്ടോമെറിസം. ഇനി സ്റ്റീരിയോ ഐസോമെറിസത്തിന് നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു: കൺഫർമേഷണൽ ഐസോമെറിസം, കോൺഫിഗറേഷണൽ ഐസോമെറിസം. ഈ കൺഫർമേഷണൽ ഐസോമെറിസം തന്നെ ജോമെട്രിക്കൽ ഐസോമെറിസം, ഒപ്റ്റിക്കൽ ഐസോമെറിസം എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് പഠിക്കാം. ഇപ്പോൾ ഇത് ജനറലായിട്ടാണ് പറയുന്നത്. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ഞാൻ സ്ട്രക്ചറൽ ഐസോമെറിസത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ബാക്കി സ്റ്റീരിയോ ഐസോമെറിസമൊക്കെ നമുക്ക് ഓരോ യൂണിറ്റ് വരുന്നുണ്ട്, ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. ഐസോമെറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പൗണ്ട് ഹാവ് ദി സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് ദെയർ പ്രോപ്പർട്ടീസ്. ദറ്റ് ഈസ് അറേഞ്ച്മെൻറ്റ് ഓഫ് അതിനകത്തുള്ള കോൺസ്റ്റൻറ്റ് ആറ്റംസ് ഇസ് കോൾഡ് that phenomenon is called isomerism and different compounds are called isomers. അപ്പോൾ നമുക്കൊരു കോമ്പൗണ്ട് എടുക്കണം, അതിൻ്റെ മോളിക്കുലർ ഫോർമുല ഫോർ എക്സാമ്പിൾ C2H6O ആണെങ്കിൽ ആ C2H6O എന്ന് പറയുന്നത് നമുക്ക് ആൽക്കഹോളായിട്ടും ഈതറൊക്കെ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പം അങ്ങനെ ഒരേ മോളിക്കുലർ ഫോർമുല ഉള്ളതിനെ നമുക്ക് ഡിഫറെൻറ്റ് സ്ട്രക്ചറേഴ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴേക്കും അവയുടെ പ്രോപ്പർട്ടീസിനകത്ത് ഡിഫറെൻ്റ് ആവും, ഫിസിക്കൽ ഓർ കെമിക്കൽ പ്രോപ്പർട്ടീസും ഡിഫറെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഒരേ മോളിക്കുലർ ഫോർമുല ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ആയിട്ട്, അതിനെയാണ് ഐസോമെറിസം എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് സെയിം മോളിക്കുലർ ഫോർമുല ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ് കോൺസ്റ്റൻറ്റ് ആറ്റംസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ എക്സിബിറ്റ് ചെയ്യുന്ന ആ സെയിം കോമ്പൗണ്ട്സിൻ്റെ ഡിഫറെൻറ്റ് ഫോംസിനെ ഐസോമെഴ്സ് എന്നും ആ പ്രോസസ്സിനെ ഫിനോമിനൻ നമ്മൾ ഐസോമെറിസം എന്നും പറയുന്നു. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് ആദ്യമേ കാണിച്ചു: സ്ട്രക്ചറൽ ഐസോമെറിസം ആൻഡ് സ്റ്റീരിയോ ഐസോമെറിസം. സ്ട്രക്ചറൽ ഐസോമെറിസം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞൊരു 2 ഡയമെൻഷണൽ ഐസോമെറിസം ആണെന്നെങ്കിൽ വേണമെങ്കിൽ നമുക്കൊന്ന് പറയാം. കാരണം നമ്മളൊരു ബോർഡിനകത്ത് വരയ്ക്കുമ്പോഴേക്കും ഒരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും ഉണ്ടാവും. ആ എക്സ് ആക്സിസും വൈ ആക്സിസിനകത്ത് നടക്കുന്ന പൊസിഷനിലുള്ളൊരു ചേഞ്ചിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ ഐസോമെറിസം എന്ന് പറയുന്നത്. സ്റ്റീരിയോ ഐസോമെറിസം എന്ന് പറഞ്ഞാൽ സ്പേസിനകത്ത് നടക്കുന്നത്. ഇപ്പം ഞാനും നിങ്ങളൊക്കെ ഒരു റൂമിനകത്ത് ഇരിക്കുന്നു, അതൊരു സ്പേസാണ്. കാരണം എനിക്ക് മുന്നോട്ട് നീങ്ങാം, ബാക്കിലേക്ക് നീങ്ങാം, സൈഡിലേക്ക് നീങ്ങാം, വേണമെങ്കിൽ എനിക്ക് ചാടണമെങ്കിൽ മേളിലേക്കാകാം. അപ്പം 3 ഡയറക്ഷനിൽ എക്സ് വൈ ഇസഡ് 3 ഡയറക്ഷനകത്തേക്കും എനിക്ക് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം അങ്ങനെ മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് ഇപ്പോൾ ബ്ലാക്ക് ബോർഡ് ആണെങ്കിൽ നമുക്ക് ഈ ഡയറക്ഷൻ എക്സ് ആൻഡ് വൈ ഡയറക്ഷൻ മാത്രമേ നമുക്ക് ബ്ലാക്ക് ബോർഡിൽ പറ്റുള്ളൂ. നമുക്ക് സ്പേസ് ആണെങ്കിൽ ഇസഡ് ഡയറക്ഷൻ, ഇസഡ് എന്ന് പറഞ്ഞാൽ മേളിലേക്ക് ഇപ്പം എനിക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്തെന്ന് ഇസഡ് ഇങ്ങോട്ട് കാണിക്കുന്നു. അപ്പം ഞാനും നിങ്ങളൊക്കെ ഒരു ഈ സെറ്റും കൂടി വരുമ്പോൾ 3 ഡയമെൻഷനിൽ എന്ന് പറയുന്നത് ഒരു സ്പേസിനകത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പം നമുക്ക് മൂവ്മെൻറ്റ് പോസിബിളാണ്. അപ്പോൾ ഒരു 2 ഡയമെൻഷനിൽ ഒരു പേപ്പറിൻ്റെ പ്ലെയിനിൽ ഒരു മോളിക്യൂളിനെ അറേഞ്ച് ചെയ്യുമ്പോൾ അതിനകത്തുള്ള കോൺസ്റ്റൻസിൻ്റെ പൊസിഷൻസ് അനുസരിച്ചാണ് നമ്മളതിനെ സ്ട്രക്ചറൽ ഐസോമെറിസം എന്ന് പറയുന്നത്. സ്റ്റീരിയോ ഐസോമെറിസം എന്ന് പറയുമ്പോൾ 3 ഡയമെൻഷനിൽ സ്പേസിനകത്ത്, കാരണം ഒരു ആറ്റം വേണമെങ്കിൽ മുമ്പിലേക്ക് തിരിഞ്ഞ് നിൽക്കാം, അല്ലെങ്കിൽ പുറകിലേക്ക് തിരിഞ്ഞ് നിൽക്കാം, അല്ലെങ്കിൽ സൈഡിലേക്ക് തിരിഞ്ഞ് നിൽക്കാം. അപ്പം അങ്ങനെ തിരിഞ്ഞ് നിൽക്കുമ്പോഴേക്കും ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ ക്ലോറോമീഥേൻ പഠിക്കുമ്പോഴേക്കും CH3Cl ക്ലോറോമീഥേൻ. ഈ ക്ലോറിൻ ആറ്റം വേണമെങ്കിൽ എനിക്ക് നേരെ നിൽക്കാം, അല്ലെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിൽക്കാം, അല്ലെങ്കിൽ എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ക്ലോറിൻ ആറ്റം നിൽക്കാം, അല്ലെങ്കിൽ എൻ്റെ റൈറ്റ് സൈഡിലേക്ക് ക്ലോറിൻ ആറ്റം നിൽക്കാം, അല്ലെങ്കിൽ ക്ലോറിൻ ആറ്റം ടോപ്പിലേക്ക് നിൽക്കാം. അങ്ങനെ പല ഡയറക്ഷനിൽ നിൽക്കാം. അപ്പം അങ്ങനെ പല ഡയറക്ഷനിൽ നിൽക്കുമ്പോൾ അത് സ്പേസിനകത്ത് ഓരോ ഡയറക്ഷനിൽ നിൽക്കുന്നതും ഓരോ കൺഫർമേഷനാണ്. അങ്ങനെയുള്ളതിനാണ് നമ്മൾ സ്റ്റീരിയോ ഐസോമെറിസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്റ്റീരിയോ ഐസോമെറിസത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഫർദർ നമുക്ക് യൂണിറ്റുകളുണ്ട്, അപ്പോൾ ആ സമയത്ത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇന്ന് ജനറലായിട്ട് സ്ട്രക്ചറൽ ഐസോമെറിസത്തിനെ കുറിച്ച് പറയാം. സ്ട്രക്ചറൽ ഐസോമെറിസം എന്ന് പറയുമ്പോഴേക്കും ഒരു ഡെഫിനേഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്: ഐസോമേഴ്സ് വിച്ച് ഡിഫർ ഇൻ ദെയർ വേ ഓഫ് ദെയർ ആറ്റംസ് ആർ കണക്റ്റഡ് വിത്തിൻ ദെയർ മോളിക്യൂൾ and have different structures are called structural isomerism and the phenomena is called structural isomerism. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റുന്നത്, നമ്മളൊരു ബോർഡിനകത്ത്
ഒരു മോളിക്യൂളിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബോർഡിനകത്തുള്ള XY പ്ലെയിനിൽ മാത്രമേ ആറ്റത്തിൻ്റെ പൊസിഷനിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ ഐസോമെറിസം എന്ന് പറയുന്നത്. ഇനി അതിനകത്തൊരു എക്സാമ്പിൾ, അതിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് ടൈപ്പുകളിൽ ഒന്നാണ് ചെയിൻ ഐസോമെറിസം, അതല്ലെങ്കിൽ ന്യൂക്ലിയർ ഐസോമെറിസം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം അതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. ഈ ഒരു എക്സാമ്പിൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ബ്യൂട്ടേൻ, ഞാൻ ഈ പെൻസിൽ വെച്ച് കാണിക്കുന്നത് ബ്യൂട്ടേൻ, അതേപോലെ തന്നെ 2-മീഥൈൽ പ്രൊപ്പേൻ അല്ലെങ്കിൽ ഐസോബ്യൂട്ടേൻ എന്നുള്ള പറയുക. അപ്പോൾ ഈ കോമ്പൗണ്ട് മോളിക്കുലർ ഫോർമുലയൊക്കെ 1 2 3 4 കാർബൺ ആറ്റം, 3 2 5 7 10 ഹൈഡ്രജൻ ആറ്റം, 4 കാർബണും 10 ഹൈഡ്രജൻ ആറ്റം. ഈ കോമ്പൗണ്ട് എടുത്താലോ 1 2 3 കാർബൺ ആറ്റം, 4 കാർബൺ ആറ്റം, 3 6 9 1 10 ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ രണ്ടിൻ്റെ മോളിക്കുലർ ഫോർമുല സെയിം C4H10 തന്നെയാണ്, പക്ഷേ അത് ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതൊരു സ്ട്രെയിറ്റ് ചെയിനായിട്ട് നോർമൽ ബ്യൂട്ടേനായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു, ഇത് ബ്രാഞ്ചായിട്ട് വരുന്നു ഐസോബ്യൂട്ടേനായിട്ട് വരുന്നു. അപ്പോൾ രണ്ടിൻ്റെ പാരൻ്റ് റൂട്ട് വ്യത്യാസം. ഇത് ബ്യൂട്ട് 4 കാർബൺ ആയിട്ടുള്ളത്, ഇത് പ്രൊപ്പ് 3 കാർബൺ ആയിട്ടുള്ള റൂട്ട് ചെയിനാണ്, അല്ല പാരൻ്റ് ചെയിനാണ്. അപ്പം ഡിഫറെൻറ്റ് ചെയിൻസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ചെയിൻ ഐസോമെർസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഐസോമെർസ് എന്നുള്ള പേരിൽ വിളിക്കുന്നത്. അതിൻ്റെ ഡെഫിനേഷനൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഞാൻ ഒരു ഡെഫിനേഷനായിട്ട് പറയുന്ന കാര്യങ്ങൾ എളുപ്പത്തിൽ പറഞ്ഞു പോകാം. നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയുന്നത് വായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ആ വേർഡുകൾ വായിച്ച് പോകാൻ പറ്റും. അപ്പോൾ കുറേ എക്സാമ്പിളുകൾ അവിടെ കൊടുക്കുന്നുണ്ട്. C5H12 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അത് പെൻറ്റേനായിട്ട്, നോർമൽ പെൻറ്റേനായിട്ട് നിൽക്കാം, 2-മീഥൈൽ ബ്യൂട്ടേനായിട്ട് നിൽക്കാം, 2,2-ഡൈമീഥൈൽ പ്രൊപ്പേനായിട്ട് നിൽക്കാം, അങ്ങനെ നിൽക്കാം. ഇനി അടുത്തൊരു കാറ്റഗറിയാണ് പൊസിഷൻ ഐസോമെർസം എന്ന് പറയുന്നത്. പൊസിഷൻ ഐസോമെർസം എന്ന് പറയുന്നത് മെയിൻലി അതിനകത്തുള്ള എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കുറേ ഫംഗ്ഷൻ ഗ്രൂപ്പ് പഠിച്ചു. ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, ഹാലോ കോമ്പൗണ്ട്, ആൾഡിഹൈഡ്, കീറ്റോൺ, അങ്ങനെയുള്ള ആ ഫംഗ്ഷൻ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ ഡിഫറെൻറ്റ് സ്ഥലത്താണതിനാണ് പൊസിഷൻ ഐസോമെർസം എന്ന് പറയുന്നത്. അതൊരു എക്സാമ്പിളിൽ നമുക്ക് തുടങ്ങാം. 1 ബ്യൂട്ടീൻ 2 ബ്യൂട്ടീൻ. അപ്പോൾ രണ്ടിനകത്തും നിങ്ങൾ നോക്കണം, മോളിക്കുലർ ഫോർമുല നോക്കണമെങ്കിൽ C4H ബ്യൂട്ടീൻ ആയതുകൊണ്ട് H8 ആയിരിക്കും, C4H8. രണ്ടിൻ്റെ സ്ട്രക്ചറിനകത്ത് C4H8 കാർബണൊക്കെ എണ്ണി നോക്കുക. പക്ഷെ എന്ത് വ്യത്യാസം, ഇതിനകത്ത് ഡബിൾ ബോണ്ട് വന്നേക്കുന്നത് 1 രണ്ടാമത്തെ കാർബണിലാണ്, ഇവിടെയാണെങ്കിൽ ഡബിൾ ബോണ്ട് വന്നേക്കുന്നത് 1 ഫസ്റ്റ് കാർബണിലാണ്. അപ്പോൾ ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ മാറി. അപ്പം അങ്ങനെ എക്സിബിറ്റ് ചെയ്യുന്നതാണ് പൊസിഷൻ ഐസോമെർസം എന്ന് പറയുന്നത്. ഐസോമെർസ് വിച്ച് ഹാവ് സെയിം കാർബൺ ചെയിൻ ബട്ട് ഡിഫറെൻറ്റ് പൊസിഷൻ ഓഫ് സ്ട്രക്ചറൽ എൻറ്റിറ്റി സച്ച് ആസ് മൾട്ടിപ്പിൾ ബോണ്ട്, സബ്സ്റ്റിറ്റ്യൂവൻസ് ഓർ ഫംഗ്ഷൻ ഗ്രൂപ്പ്, അങ്ങനെയുള്ളതാണ് പറയുന്നത്. വേറൊരു എക്സാമ്പിളും കൂടി കിടക്കുന്നു. മോളിക്കുലർ ഫോർമുല C3H8O. ആ C3H8O എന്ന O ഉള്ളതുകൊണ്ട് നമുക്ക് ഓക്സിജനായിട്ട് ബന്ധപ്പെട്ട ഏത് ഫംഗ്ഷൻ ഗ്രൂപ്പും ആകാം, ആൽക്കഹോൾ ആകാം, ഈതർ ആകാം, അങ്ങനെയുള്ള ഏത് ഫംഗ്ഷൻ ഗ്രൂപ്പും ആകാം. പക്ഷേ നമ്മൾ മോളിക്കുലർ ഫോർമുല എഴുതുമ്പോൾ പോസിബിളായിട്ടൊരു ഇതാണ് OH. അപ്പോൾ ഇവിടെ OH ഗ്രൂപ്പ് ആൽക്കഹോളാണ്. OH ഗ്രൂപ്പ് ഒരു സ്ട്രെയിറ്റ് ചെയിനിൽ വരുന്നു. ഇവിടെ ആൽക്കഹോൾ എന്ത് ചെയ്യുന്നൊരു ബ്രാഞ്ചായിട്ട് വരുന്നു. ഇപ്പോൾ ഇവിടെ സെക്കൻഡ് പൊസിഷനിൽ, ഇത് ഫസ്റ്റ് പൊസിഷൻ. രണ്ടിൻ്റെ മോളിക്കുലർ ഫോർമുല നോക്കുകയാണെങ്കിൽ സെയിം ആണ്, C3H8O ആണ്. അപ്പോൾ ഇങ്ങനെ ഫംഗ്ഷൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ഒക്കെ ഡിഫറെൻറ്റ് പൊസിഷനിൽ തന്നെയാണ് പൊസിഷൻ ഐസോമെർസം എന്ന് പറയുന്നത്. ഇനി ഫങ്ഷണൽ ഐസോമെർസം എന്ന് പറഞ്ഞാൽ ഒരേ മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ മോളിക്കുലർ ഫോർമുല നോക്കിയാൽ C2H6O. ഓക്സിജനുള്ള ഫംഗ്ഷൻ ഗ്രൂപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു ഓക്സിജൻ അല്ലെങ്കിൽ ആൽക്കഹോൾ ആകാം, ഈതർ ആകാം, അങ്ങനെയുള്ള കോമ്പൗണ്ടുകളാകാം, ആൾഡിഹൈഡ് ആകാം, കീറ്റോൺ ആകാം, അതൊക്കെ ഒരു ഓക്സിജനുള്ള കോമ്പൗണ്ടുകളാണ്. അപ്പോൾ ഈ ഇത് നോക്കി C2H6 പ്രകാരം ഒരു കോമ്പൗണ്ട് എഴുതിയിരിക്കണം, എത്തനോൾ CH3 C2H6O. ഇതൊരു മിസ്റ്റേക്കാണ് കേട്ടോ, ഇവിടെ ഒരു CH2 ഇല്ല. ഈ ഫോർമുല CH3CH2OH ആണ് കേട്ടോ, അത് മിസ്റ്റേക്കാണ്. CH3CH2OH ആണ്. എത്തനോളിനകത്ത് ഇത് ഒരു പ്രിൻറ്റിങ് മിസ്റ്റേക്ക്, അത് പ്രൊപ്പനോളിന് എഴുതിയാണ്. ഈ CH2 ഇല്ല, CH3CH2OH. ഓക്കെ, ഇനി അത് അടുത്ത നോക്കിയാൽ CH3OCH3. അപ്പോൾ രണ്ടിനകത്ത് 2 കാർബൺ, 6 ഹൈഡ്രജൻ, ഒരു ഓക്സിജൻ. 1 2 കാർബൺ, 3 5 6 ഹൈഡ്രജൻ, ഒരു ഓക്സിജൻ. രണ്ടിനകത്തും മോളിക്കുലർ ഫോർമുല സെയിം ആണ്, പക്ഷേ ഇത് ആൽക്കഹോൾ എന്നുള്ളൊരു ഫാമിലിക്കകത്ത് വരുന്നു, ഇത് ഈതർ എന്നുള്ളൊരു ഫാമിലിക്കകത്ത് വരുന്നു. അപ്പം അങ്ങനെ ഒരേ
മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ഗ്രൂപ്പായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫങ്ഷണൽ ഐസോമെറിസം എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. C3H6O. C3H6O ആകുമ്പോഴേക്കും അത് CH3CO CH3 പ്രൊപ്പനോണും CH3CH2CHO പ്രൊപ്പനാളും. ഒന്ന് ONE കീറ്റോൺ എന്നുള്ള ഫംഗ്ഷൻ ഗ്രൂപ്പും ഒന്ന് ആൾഡിഹൈഡ് എന്നുള്ള ഫംഗ്ഷൻ ഗ്രൂപ്പും. OL വരുമ്പോഴേക്കാണ് ആൽക്കഹോൾ ആവണത്, AL വരുമ്പോഴേക്ക് ആൾഡിഹൈഡാണ്. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ഗ്രൂപ്പായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫങ്ഷണൽ ഐസോമെറിസം എന്ന് പറയുന്നത്. ഇനി വരുന്നതാണ് മെറ്റാമെറിസം.